ഹലോ ഫ്രണ്ട്സ്, ലൈഫ് ലോങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് 5ാം ക്ലാസ്സിൻ്റെ മാറിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിനെയാണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. 5ാം ക്ലാസ്സിൽ ഇപ്പോൾ പുതിയ സിലബസ് പ്രകാരം പുതിയ 5, 7 ക്ലാസ്സുകളിലേക്ക് ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. അതിൽ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. 1ാമത്തെ യൂണിറ്റിലെ എൻ്റെ പേര് ദ വാംത്ത് ഓഫ് ലവ് എന്നുള്ളതാണ്. ദ വാംത്ത് ഓഫ് ലവ് മീൻസ് സ്നേഹത്തിൻ്റെ ഇളം ചൂട് അല്ലെങ്കിൽ സത്യസന്ധത എന്നൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള പിക്ചർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു യൂണിറ്റിൽ എന്താണ് കൂടുതലായിട്ട് പ്രതിപാദിക്കുന്നതെന്ന്. അഥവാ അതിലൊരു ഫാമിലി, ഒരു അച്ഛനും അമ്മയൊക്കെ ഇരിക്കുന്നുണ്ട്, അവരുടെ കുട്ടിയുണ്ട്, കുറച്ച് കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്. ആ മരത്തിൽ ഒരു ബേർഡ്സിൻ്റെ ഒരു ഫാമിലിയും കൂടി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ ഈ ഒരു യൂണിറ്റിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്നത് സ്നേഹത്തെക്കുറിച്ചിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു പിക്ചറിന് താഴെ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടിങ്സും കൊടുത്തിട്ടുണ്ട്. എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്, അഥവാ സ്നേഹത്തിൻ്റെ ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഏറ്റവും ശരിയായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഭൂമിയാണ്, എർത്ത് ആണെന്നാണ് റോബർട്ട് ഫ്രോസ്റ്റ് ഉദ്ദേശിക്കുന്നത്. അതിലെ 2ാമത്തെ പേജിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ഒരു ഡോർവേ കൊടുത്തിട്ടുണ്ട്. അതിൽ 2 പിക്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. 2 കുട്ടികളും അവരുടെ അമ്മമാരുള്ള 2 പിക്ചേഴ്സാണ്. ആ പിക്ചേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൂടുതലായിട്ടൊന്നും അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എങ്കിലും ആ 2 കുട്ടികളുടെയും ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെയാണ് അവിടെ ക്വസ്റ്റ്യനിലൂടെ ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ബോയ് ഡൂയിങ്, അവന് എന്താണ് ആ ഫസ്റ്റ്. അപ്പോൾ ആ കുട്ടിയുടെ മുഖവും അമ്മയുടെ ആ ഒരു ഇതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവന് വളരെയധികം ഹാപ്പിയാണ്. വാട്ട് ഈസ് ദ റീസൺ, ആ ഹാപ്പിക്കുള്ള റീസൺ ചോദിക്കുന്നുണ്ട്. അവൻ്റെ ആദ്യത്തെ ദിവസമായിരിക്കും, സ്കൂളിലേക്ക് പോകാനുള്ള ആദ്യത്തെ ദിവസമായിരിക്കും. ദെൻ വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ബോയ്, ഹീസ് ക്രൈങ്. ദെൻ വാട്ട് ഈസ് ദ മദർ ഡൂയിങ്, അവൻ്റെ അമ്മ എന്താണ്, അവനെ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസപ്പെടുന്ന ഒരു അമ്മയായിട്ടാണ് ആ 2 പിക്ചേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ പാഠത്തിലേക്കുള്ള നമ്മുടെ ചാപ്റ്ററിലേക്കുള്ള ഒരു ഡോർവേ ആണ്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ 1ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ദ വാംത്ത് ഓഫ് ലവ് എന്നുള്ളതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരുന്നത് ദ കിസ്സിങ് ഹാൻഡ്, അഥവാ ഉമ്മ വയ്ക്കുന്ന കൈകൾ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു നല്ല രസകരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറിയിൽ ഇൻ ദ സ്റ്റോറി എ ലിറ്റിൽ റക്കൂൺ നെയ്മഡ് ചെസ്റ്റർ ഈസ് ഹെസിറ്റന്റ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. നൗ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ടു ഹിം. അഥവാ ഒരു റക്കൂണും മെയിനായിട്ട് 2 ക്യാരക്ടേഴ്സാണ് നമ്മുടെ ഈ സ്റ്റോറിയിലുള്ളത്, റക്കൂൺ ആൻഡ് മദർ റക്കൂൺ. അങ്ങനെ 2 ക്യാരക്ടേഴ്സാണ്. റക്കൂൺ മീൻസ് ദ റക്കൂൺ ഈസ് എ മാമൽ നേറ്റീവ് ടു നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരു തരം കരടിയാണ് റക്കൂണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്കിത് എഴുതിയ ആളെ ഒന്ന് പരിചയപ്പെടാം. ദ കിസ്സിങ് ഹാൻഡ്. In this story written by Audrey Penn is an American writer of stories for children. She is best known for The Kissing Hand, a picture book featuring raccoons with the human qualities. അഥവാ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കിസ്സിങ് ഹാൻഡ് എന്നുള്ള ഈ ഒരു കഥയിൽ ഹ്യൂമൻ ക്വാളിറ്റീസ്, മനുഷ്യൻ്റെ ക്വാളിറ്റീസ് ആയിട്ട് റക്കൂൺസിനെ പ്രതിപാദിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ക്വാളിറ്റീസ് ഇങ്ങനെയുള്ള റക്കൂൺസിൽ കൊടുത്തിട്ട് ആ രീതിയിലുള്ള ഒരു സ്റ്റോറിയാണ് ദ കിസ്സിങ് ഹാൻഡ്. അപ്പോൾ നമുക്ക് നമ്മുടെ കഥ പരിചയപ്പെടാം. Chester Raccoon stood at the edge of the forest and cried. I don't want to go to school, he told his mother. I want to stay home with you. I want to play with my friends. I want to play with my toys. I want to read my books. I want to swing on my swing. Please, may I stay home with you? Mrs. Raccoon took Chester by the hand and nuzzled his ear. അപ്പോൾ ഈ ഒരു ഏരിയയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചെസ്റ്റർ റക്കൂൺ നമ്മുടെ കഥയിലെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറാണ്. ചെസ്റ്റർ റക്കൂൺ സ്റ്റുഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ്. അവന് ആ ഒരു ഫോറസ്റ്റിൻ്റെ എൻഡിങ്ങിൽ അവസാനത്തിൽ പോയിരുന്നിട്ട് അവന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ, എനിക്കിന്ന് സ്കൂളിൽ പോകണ്ട. ഹി ടോൾഡ് ഹിസ് മദർ, അമ്മനോട് പറഞ്ഞിട്ട് കരയാണ്. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു, എനിക്ക് അമ്മൻ്റെ കൂടെ വീട്ടിലിരുന്നാൽ മതി. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്, അതുപോലെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണം.
ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. എനിക്ക് എൻ്റെ ടോയ്സിൻ്റെ കൂടെ, എൻ്റെ വീട്ടിലെ കളിപ്പാട്ടങ്ങളുടെ കൂടെയാണ് എനിക്ക് കളിക്കേണ്ടത്. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്. അതോടൊപ്പം എനിക്ക് എൻ്റെ ബുക്കുകൾ വീട്ടിലിരുന്നുകൊണ്ട് വായിക്കണം. ഐ വാണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കണം. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. അമ്മേ, ദയവ് ചെയ്ത് ഞാൻ അമ്മേൻ്റെ കൂടെ വീട്ടിലിരുന്നോട്ടെ. മിസ്സസ് റക്കൂൺ ടുക്ക് ചെസ്റ്റർ ബൈ ദ ഹാൻഡ് ആൻഡ് നസിൽഡ് ഹിസ് ഇയർ. അപ്പം ഇതിങ്ങനെ ഇവന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ നമ്മുടെ അമ്മയായിട്ടുള്ള റക്കൂണ് അവനെ എടുത്തിട്ട് പിന്നെ നസിൽഡ് ഹിസ് ഇയർ അഥവാ മൂക്കുകൊണ്ട്, അവരുടെ നീണ്ട മൂക്കുകൊണ്ട് അവൻ്റെ ചെവിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഒരസാണ്, അല്ലെങ്കിൽ ഒന്ന് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. Then sometimes we all have to do things we don't want to do. അപ്പം അമ്മ പറയാണ്, ഇവനിങ്ങനെ സ്കൂളിൽ പോണില്ല എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ അമ്മ പറയാണ്, ചില സമയങ്ങളിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഷീ ടോൾഡ് ഹിം ജെന്റ്ലി. അവർ വളരെ പെട്ടെന്ന് പറയാണ്, ഈവൻ ഇഫ് ദേ സീം സ്ട്രേഞ്ച് ആൻഡ് സ്കാരി അറ്റ് ഫസ്റ്റ്. അപ്പം ഇങ്ങനെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ നമുക്കത് സ്ട്രേഞ്ചായിട്ട്, സ്കാരി ആയിട്ട്, പേടിപ്പെടുത്തുന്നതും ഭയാനകമായിട്ടുള്ളതൊക്കെ ആയിട്ട് നമുക്ക് ഫസ്റ്റ് ടൈം തോന്നും. ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. പക്ഷേ പിന്നീട് നിനക്ക് നിൻ്റെ സ്കൂളിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. അതുപോലെ തന്നെ നീ നിൻ്റെ പുതിയ ഫ്രണ്ട്സിൻ്റെ കൂടെയും പുതിയ ടോയ്സിൻ്റെ കൂടെയും കളിപ്പാട്ടങ്ങളുടെ കൂടെയൊക്കെ നീ കളിക്കാൻ തുടങ്ങും. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. അതുപോലെ നിനക്ക് പുതിയ ബുക്കുകൾ വായിക്കാൻ കിട്ടും, പുതിയ ഊഞ്ഞാൽ നിനക്ക് ആടാൻ വേണ്ടിയിട്ട് അതിൽ നീ ആടുകയും ചെയ്യുന്ന അമ്മ അവനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. കൂടെ ബിസൈഡ്സ് ഷീ ആഡഡ്, അതുപോലെ തന്നെ അതോട് കൂടെ തന്നെ അമ്മ പറയാണ്, ഐ നോ എ വണ്ടർഫുൾ സീക്രട്ട് ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ്സ് അറ്റ് സ്കൂൾ സീംസ് ആസ് വാം ആൻഡ് കോസി ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം. കോസി മീൻസ് ചൂടുള്ളത് അല്ലെങ്കിൽ സുഖമുട്ടുള്ള, ഇളം ചൂടുള്ള എന്നൊക്കെയുള്ള ഒരു അർത്ഥത്തിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അഥവാ പിന്നെ എൻ്റെ സ്കൂൾ ഡേയ്സിനെ, സ്കൂളിലുള്ള ആ ദിവസങ്ങളെ വീട്ടിലുള്ളതുപോലെ തന്നെ ഒരു സുഖകരമായതാക്കി മാറ്റാനുള്ള ഒരു സീക്രട്ട്, ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു രഹസ്യം എൻ്റെ കയ്യിലുണ്ട് എന്ന് അമ്മ അവനോട് പറയാണ്. ചെസ്റ്റർ വൈപ്ഡ് അവേ ഹിസ് ടിയേഴ്സ് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്. അവൻ ഈ ഒരു സീക്രട്ട് എന്ന് കേട്ടപ്പോൾ അവൻ്റെ കണ്ണുനീരൊക്കെ തുടച്ചിട്ട് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് അമ്മനെ നോക്കുകയാണ്. എ സീക്രട്ട്? വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? ഓ, സീക്രട്ടോ, എന്ത് രഹസ്യമാണ് അമ്മ എന്നാണ് അവന് ചോദിക്കുന്നത്. എ വെരി ഓൾഡ് സീക്രട്ട് സെഡ് മിസ്സിസ് റക്കൂൺ. അതൊരു പഴയൊരു രഹസ്യമാണെന്ന് അമ്മ പറയാണ്. ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ ആൻഡ് ഷീ ലേൺ ഇറ്റ് ഫ്രം ഹെർ മദർ. അത് ഞാൻ എൻ്റെ അമ്മയിൽ നിന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്, എൻ്റെ അമ്മയ്ക്ക് അവരുടെ അമ്മയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇറ്റ്സ് കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്. അതിൻ്റെ പേരാണ് ദ കിസ്സിങ് ഹാൻഡ് എന്നുള്ളത്. ദ കിസ്സിങ് ഹാൻഡ് ആസ്ക്ഡ് ചെസ്റ്റർ. അപ്പോൾ എന്ത് കിസ്സിങ് ഹാൻഡോ എന്ന് ചെസ്റ്റർ ചോദിക്കുകയാണ്. വാട്ട്സ് ദാറ്റ്? എന്താണത്? അപ്പൊ അമ്മ പറയാണ്, ഐ വിൽ ഷോ യു. ഞാൻ നിനക്കത് കാണിച്ചു തരാം. അപ്പോൾ അവന് അമ്മ അവനോട് ആ ഒരു ഓൾഡ് സീക്രട്ടിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ദെൻ മിസ്സസ് റക്കൂൺ ടുക്ക് ചെസ്റ്റേഴ്സ് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് സ്പ്രെഡ് ഹിസ് ടൈനി ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. എന്നിട്ട് ആ ഒരു സീക്രട്ട് അമ്മ അവന് കാണിച്ചു കൊടുക്കാൻ എങ്ങനെയെന്ന് വെച്ചാൽ അവൻ്റെ ലെഫ്റ്റ് ഹാൻഡ്, അവൻ്റെ ഇടത് കയ്യിലെടുത്തുകൊണ്ട് അവൻ്റെ ആ ചെറിയ വിരലുകൾ ഇങ്ങനെ ഒരു ഫാനിനെ പോലെ സ്പ്രെഡ് ചെയ്യിക്കാണ്. എന്നിട്ട് ലീനിങ് ഫോർവേഡ് അഥവാ ഒന്ന് ചാഞ്ഞു നിന്നിട്ട് ഷീ കിസ്സഡ് ചെസ്റ്റേഴ്സ് റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. എന്നിട്ട് അവൻ്റെ റൈറ്റിൽ ആ കൈയിൻ്റെ നടുവിൽ ആ റൈറ്റിൽ അവർ ഒരു ഉമ്മ കൊടുക്കുകയാണ്, ഒരു ചുംബനം കൊടുക്കുകയാണ്. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ്. അപ്പോൾ അവൻ്റെ ആ അമ്മയുടെ ആ കിസ് അവന് വളരെയധികം അവനൊരു ഫെൽറ്റ് ചെയ്യണം, നന്നായിട്ട് അവന് മനസ്സിലേക്ക് വരികയാണ്. അപ്പ് ഹിസ് ആം ആൻഡ് ഇൻ ടു ഹിസ് ഹാർട്ട്. അത് അവൻ്റെ കൈകളിൽ നിന്ന് അവൻ്റെ ഹാർട്ടിലേക്ക്, അവൻ്റെ ഹൃദയത്തിലേക്ക് അമ്മയുടെ ആ ചുംബനത്തിൻ്റെ ആ ഒരു ചൂട്, അതിൻ്റെ ഒരു വാമ് അവൻ്റെ ഹൃദയത്തിലേക്ക് എത്തുകയാണ്. ആൻഡ് ഇൻ ടു ഹിസ് ഹാർട്ട്. അവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്ത്. അവൻ്റെ ആ ഒരു മുഖത്ത്, അവരുടെ ആ റക്കൂണൊക്കെ എന്ന് പറഞ്ഞാൽ മൂക്കൊക്കെ കുറച്ച് നീണ്ടിട്ട് ആയിരിക്കും. അപ്പോൾ അവരുടെ ആ ഒരു ബ്ലാക്ക് മാസ്കിൽ ആ മുഖത്തും അതിൻ്റേതായിട്ടുള്ള ഒരു സ്പെഷ്യൽ വാംത്ത്, ഒരു ഇളം ചൂട് അവന് ഫീൽ ചെയ്യാണ്. മിസ്സസ് റക്കൂൺ സ്മൈൽഡ്. എന്നിട്ട് അവർ ചിരിച്ചിട്ട് പറയാം, നൗ ഷീ ടോൾഡ് ചെസ്റ്റർ
ചെസ്റ്റിനോട് പറയാണ്, വെനെവർ യു ഫീൽ ലോൺലി ആൻഡ് നീഡ് എ ലിറ്റിൽ ലവ് ഫ്രം ഹോം. ചിലപ്പോൾ നിനക്ക് പിന്നെ ഒറ്റക്കായിട്ടോ വീടിൻ്റെ ആ ഒരു പിന്നെ ഇതൊന്നും കിട്ടാതെ ലോൺലിനെസ് ആയിട്ട് ഏകാന്തമായിട്ടോ നിനക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ടു യുവർ ചീക്ക് ആൻഡ് തിങ്ക്. നീ നിൻ്റെ കൈ നിൻ്റെ ചീക്കിൽ നിൻ്റെ കവിളിൽ ഇങ്ങനെ അമർത്തി വെച്ചിട്ട് നീ തിങ്ക് ചെയ്യുക, നീ ചിന്തിക്കുക, അല്ലെങ്കിൽ നീ ഓർക്കുക, മമ്മി ലവ്സ് യു, മമ്മിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, മമ്മി നിൻ്റെ കൂടെ ഉണ്ട് എന്ന് ഓർക്കുക എന്നാണ് പറയണത്. മമ്മി ലവ്സ് യു ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജംപ് ടു യുവർ ഫേസ് ആൻഡ് ഫിൽ യു വിത്ത് ടോസി വാം തോട്ട്സ്. അഥവാ ആ കിസ് നിൻ്റെ ചിന്തകളിൽ നിൻ്റെ ആ ഒരു ലോൺലിനെസ്സിനൊക്കെ ഇല്ലാതാക്കും. അത് നിൻ്റെ പിന്നെ ഫേസിലും ഇതിലൊക്കെ പിന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ കൊണ്ടുവരുന്നതാണ് അമ്മ പറയുന്നത്. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി വ്രാപ്പഡ് ഹിസ് ഫിംഗേഴ്സ് എറൗണ്ട് ആൻഡ് കിസ്. എന്നിട്ട് അവർ പിന്നെ ചെസ്റ്ററിൻ്റെ ഹാൻഡ് വളരെ കെയർഫുള്ളായിട്ട് എടുത്തിട്ട് ഫിംഗേഴ്സ് അവൻ്റെ ഫിംഗേഴ്സിൽ ഉമ്മ കൊടുക്കുകയാണ്. നൗ ബി കെയർഫുൾ നോട്ട് ടു ലോസ് ഇറ്റ്, ഷീ ടീസ്ഡ് ഹിം. എന്നിട്ട് അമ്മ പറയാണ് എപ്പോഴും കെയർഫുൾ ആവണം അതിനെ. പിന്നെ അവനോട് വീണ്ടും തുടർന്നിട്ട് പറയാണ്, ബട്ട് ഡോണ്ട് വറി, വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ആഫ്റ്റർ ഹാവിങ് ഫുഡ് ഐ പ്രോമിസ് ദ കിസ് വിൽ സിക്ക്. പക്ഷേ ഈ ഒരിക്കലും പിന്നെ സങ്കടപ്പെടരുത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇനി എപ്പോഴെങ്കിലും തുറന്നു പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫുഡിന് ശേഷം ഈ കൈ വാഷ് ചെയ്യുമ്പോഴൊന്നും എൻ്റെ ഈ കയ്യിൽ ഞാൻ തന്ന ഈ കിസ് ഒരിക്കലും അവിടുന്ന് മാഞ്ഞു പോവുകയോ ഒന്നും ചെയ്യൂല. എന്താണെന്ന് വെച്ചാൽ ഐ പ്രോമിസ് ദ കിസ് വിൽ സിക്ക്, ഞാൻ എനിക്ക് പ്രോമിസ് ചെയ്യുന്നു ആ കിസ് എന്താണ്, അതിനെൻ്റെ കയ്യിൽ സ്റ്റിക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് അഥവാ ഒട്ടിച്ച് വെക്കപ്പെട്ടിട്ടുണ്ട്, അതൊരിക്കലും പോവില്ല എന്നാണ് അമ്മ അവനോട് പറയുന്നത്. ചെസ്റ്റർ ലവ്ഡ് ഹിസ് കിസ്സിങ് ഹാൻഡ്. അങ്ങനെ ചെസ്റ്ററിന് അവൻ്റെ ആ ഒരു ഉമ്മ വെച്ച ആ കൈകൾ അവന് വളരെയധികം ഇഷ്ടപ്പെട്ടു. നൗ ഹി നോ ഹിസ് മദേഴ്സ് ലവ് വുഡ് ഗോ വിത്ത് ഹിം വെറെവർ ഹി വെൻറ്റ്. അപ്പോൾ അവൻ എവിടെ പോവുകയാണെങ്കിലും അവൻ്റെ അമ്മയുടെ ആ ഒരു സ്നേഹം അവൻ എപ്പോഴും കൂടെ ഉള്ളതുപോലെ അവന് ഫീൽ ചെയ്തു. ഈവൻ ടു ദ സ്കൂളിൽ വരെ അവനത് ഫീൽ ചെയ്തു. That night, Chester stood in front of his school and looked thoughtful. അങ്ങനെ അന്ന് രാത്രി അവന് സ്കൂളിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് അവനിങ്ങനെ എന്തൊക്കെയോ ചിന്തിക്കുകയാണ്. Suddenly he turned to his mother and grinned. അവനെ വളരെ പെട്ടെന്ന് അവനിങ്ങോട്ട് തിരിഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് പോയി നിന്നിട്ട് അവന് പറയാണ്, give me your hand, he told her. എന്നാണ് അമ്മനോട് പറയാണ്, അമ്മൻ്റെ കൈയൊന്ന് തരുമെന്ന് പറയാണ്. Chester took his mother's hand in his own and unfolded her large ഫെമിലിയർ ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. അങ്ങനെ അവൻ്റെ അമ്മൻ്റെ കൈ എടുത്തിട്ട് അതിങ്ങനെ അൺഫോൾഡ് ചെയ്തിട്ട് അവന് ഹെർ ലാർജ് ഫെമിലിയർ ഫിംഗേഴ്സ്, അവന് എപ്പോഴും പരിചിതമായിട്ടുള്ള ആ ഫിംഗേഴ്സ് ഒരു ഫാനിനെ പോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അവന് പറയാണ്, നെക്സ്റ്റ് ഹി ലേൺ ഫോർവേഡ് ആൻഡ് കിസ്ഡ് ദ സെൻറ്റർ ഓഫ് ഹെർ ഹാൻഡ്. എന്നിട്ട് അമ്മൻ്റെ കൈ അവനെടുത്തിട്ട് നേരത്തെ അമ്മ അവനെ കിസ് ചെയ്തതുപോലെ അമ്മയുടെ കയ്യിൽ അവനൊരു കിസ് കൊടുക്കുകയാണ്. നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു. എന്നിട്ട് അമ്മനോട് പറയാണ്, അമ്മയ്ക്ക് ഇപ്പോൾ ഒരു കിസ്സിങ് ഹാൻഡ് ഉണ്ട്. ഹി ടോൾഡ് ഹെർ വിത്ത് എ ജെന്റിൽ ഗുഡ് ബൈ. എന്നിട്ട് അവനെ ഒരു നല്ലൊരു പവറോട് കൂടിയിട്ടുള്ള ഒരു ഗുഡ് ബൈയും കൂടി അമ്മനോട് പറയാണ്. എന്നിട്ട് ഐ ലവ് യു ചെസ്റ്റർ സെഡ് ആസ് ഹി ടേൺ ആൻഡ് ഡാൻസ്ഡ് അവേ. എന്നിട്ട് അമ്മനോട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് അവന് അവിടെ നിന്ന് പോവാണ്. Mrs. Raccoon watched Chester scamper across a tree limb and enters the school. അങ്ങനെ അമ്മനോട് അവന് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് അവന് സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ അമ്മ മിസ്സിസ് റക്കൂണ് അവിടെയുള്ള ഒരു മരത്തിൻ്റെ മറവിൽ ഇങ്ങനെ ചാരി നിന്നുകൊണ്ട് പിന്നെ അവൻ്റെ ആ സ്കാമ്പറായിട്ടുള്ള അവൻ്റെ ആ പെട്ടെന്നുള്ള നൃത്തം ചെയ്തുകൊണ്ടുള്ള നടത്തം ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. As the first bell of the new school year rang, she pressed her left hand to her cheek and smiled. അപ്പം അങ്ങ് ദൂരെ നിന്ന് അവൻ്റെ സ്കൂളിലെ ഫസ്റ്റ് ബെല്ലടിക്കുന്നത് അമ്മ കേൾക്കുകയാണ്. അപ്പോൾ ഈ സമയം അവരുടെ ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട് ചീക്കിൽ തൻ്റെ കവിളിൽ ഇങ്ങനെ അമർത്തിയിട്ട് ചിരിക്കുകയാണ്. The warmth of Chester's kiss filled her heart with special words. അപ്പോൾ ആ പിന്നെ ചെസ്റ്ററിൻ്റെ കിസ്സിൻ്റെ ആ വാംത്ത്, ഇളം ചൂട് അവരുടെ ആ കവിളിൽ ഇങ്ങനെ പതിയുന്നുണ്ട്. അത് അവരുടെ ഹൃദയത്തിൽ നിന്ന് ഒരു പുതിയൊരു വേർഡും കൂടി, ഒരു സ്പെഷ്യലായിട്ട് തൻ്റെ മകനുള്ള ഒരു സ്പെഷ്യൽ വേർഡും കൂടി വരികയാണ്. ചെസ്റ്റർ ലവ്സ് യു, ഇറ്റ് സാങ് ചെസ്റ്റർ ലവ്സ് യു. എന്നിട്ട് അവർ പാടുകയാണ്, ചെസ്റ്റർ ലവ്സ് യു. ചെസ്റ്ററിന് പിന്നെ അമ്മനെ ഇഷ്ടമാണെന്നുള്ള, ചെസ്റ്ററിന് നിങ്ങളെ ഇഷ്ടമാണെന്നുള്ളൊരു രീതിയിൽ അവർ പാടുക കൂടി ചെയ്യണം. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ സ്റ്റോറി ഇവിടെ എൻഡ് ആവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദ വാംത്ത് ഓഫ് ലവ് എന്നുള്ളതിലെ കിസ്സിങ് ഹാൻഡിൽ പ്രധാനമായിട്ടും
സ്നേഹത്തെക്കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അതിൽ തന്നെ അമ്മയുടെയും മകൻ്റെയും ഒരു സ്നേഹത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മളൊക്കെ പിന്നെ ഇനി സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഒന്ന് അമ്മയൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും വേണം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും താങ്ക് യു.